സർ, ആളുകൾ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണം. അതിനാൽ ഈ പ്രവർത്തന സമയത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സർ? എന്ത് നമ്പർ നൽകണം? ഒരു തെറ്റായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് എത്ര മോശമാണോ അത്രയും മോശമായ അവസ്ഥയാണ് തെറ്റായ ജോലി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ കാണുന്ന റെക്കോർഡിംഗ് പോലും നമ്മൾ ഒരുപക്ഷെ നിർത്തിവെക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയോട് ഒരു സ്നേഹവുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയോട് ഒരു സ്നേഹവുമില്ല. ആളുകൾ പറഞ്ഞു, ഇല്ല, ഇത് ഉപയോഗശൂന്യമായ സംസാരമാണെന്ന്. ഞങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. സമയം വർദ്ധിപ്പിക്കുവാൻ പറയുന്നവനും തടവുകാരനാണ്, സമയം വർദ്ധിപ്പിക്കരുതെന്ന് പറയുന്നവനും തടവുകാരനാണ്. സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ പ്രണയത്തിലാണ്. ആഴ്ചയിൽ 2 മണിക്കൂർ ലഭ്യമായ ഈ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമെന്ന് വിളിക്കണോ അതോ ജയിലെന്നോ? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി പൊരുത്തപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ സ്വയം സ്ട്രക്ചർ കെട്ടിപ്പടുക്ക്. എന്നിട്ട് പറയൂ, ഇപ്പോൾ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് എങ്ങനെ ശുദ്ധവും കൃത്യവുമായ ജീവിതം നയിക്കുവാൻ കഴിയും? എനിക്ക് മുകളിൽ ലയബിലിറ്റീസ് ഉണ്ട്. ഏത് ലയബിലിറ്റി? എന്ത് ലയബിലിറ്റി? ഗീത പറയുന്നത് സ്നേഹമാണ് അതിന്റെ ഫലമെന്ന്. ഗീതാ പ്രോഗ്രാം മുഴുവനും ഇതിനു വേണ്ടിയിട്ടാണ്, സ്നേഹിക്കുവാൻ പഠിക്കുന്നതിന്. നമസ്തേ ആചാര്യജി. ആചാര്യജി, ഇത് നിരവധി സുഹൃത്തുക്കൾ അയച്ച ഒരു ചോദ്യമാണ്. അടുത്തിടെ ഇന്ത്യയിൽ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് ഒരു ഡിബേറ്റ് ആരംഭിച്ചിരുന്നു. ഒന്നാമതായി ആൾക്കാർ, അതായത് ഇന്ത്യക്കാർ ആഴ്ചയിൽ കുറഞ്ഞത് 70 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു. പിന്നെ ഇന്നലെയാ ഞാൻ കണ്ടത്, മറ്റൊരു വലിയ കമ്പനിയിൽ അതിന്റെ ചെയർമാൻ തന്റെ ഇന്റേണൽ മീറ്റിംഗിൽ തന്റെ ജീവനക്കാരിൽ ഒരാൾക്ക് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ശനിയാഴ്ച ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്രശ്നം ഉന്നയിക്കുന്നു, ഞാൻ നിങ്ങളെക്കൊണ്ട് ഞായറാഴ്ചകളിൽ പോലും ജോലി ചെയ്യിപ്പിക്കുമായിരുന്നുവെന്ന്. ആളുകൾ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണം. ഇത് പറയുമ്പോൾ അദ്ദേഹം ചൈനയുടെ ഉദാഹരണവും പറഞ്ഞു. ചൈനയിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും അവർ ഒരു ചൈനീസ് പ്രൊഫഷണലിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ അമേരിക്കയെ പുറകിലാക്കും, കാരണം ഞങ്ങൾ 90 മണിക്കൂറും 50 മണിക്കൂറും ജോലി ചെയ്യുന്നു. അതിനാൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ ലൈംഗിക പരാമർശവും നടത്തി. നിങ്ങൾ വീട്ടിലിരുന്ന് എന്താണ് ചെയ്യുന്നത്? എത്ര നേരം നിങ്ങൾ ഭാര്യയുടെ മുഖം കാണും? ഭാര്യ നിങ്ങളുടെ മുഖം എത്ര നേരം കാണും? അപ്പോൾ നേരെ ജോലിക്ക് വന്ന് ജോലി ചെയ്യുമെന്ന്. അപ്പോൾ മുഴുവൻ വർക്കിംഗ് അവേഴ്സിനെയും കുറിച്ചുള്ള ഈ ചർച്ച വളരെ കാലമായി നടക്കുന്നു. ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയും ഇതിൽ നിറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്ര നമ്പർ നൽകണം? ഈ സ്നേഹമില്ലാതെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വശത്ത് എംപ്ലോയർ, മറുവശത്ത് എംപ്ലോയിയുമാണ്. തൊഴിലുടമയ്ക്കും ഈ മുഴുവൻ ജോലിയോട് സ്നേഹമില്ല. തൊഴിലുടമ ഈ ജോലി ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പൈസ ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. പണം ലഭിച്ചാൽ, ലാഭം ലഭിക്കുവാൻ വേണ്ടി മാത്രം തൊഴിലുടമയും ജോലി പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവനക്കാരനും ആ ജോലി ചെയ്യുന്നത് അതിൽ നിന്ന് ശമ്പളം ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. സ്നേഹമില്ലാതെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് പരമാവധിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇൻപുട്ട് എന്നാൽ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുവെന്നും ഔട്ട്പുട്ട് എന്നാൽ എത്ര ശമ്പളം ലഭിച്ചു എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇൻപുട്ട് എന്നാൽ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ പറയുന്നത് പേർപ്പസ് ഓഫ് വർക്ക് ഈസ് ടു മാക്സിമൈസ് ഔട്ട്പുട്ട് അപ്പോൺ ഇൻപുട്ട്. ഈ സമവാക്യം സ്നേഹമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ ജോലിയോട് സ്നേഹം വന്നാൽ അവിടെ വേറൊരു ഇക്വേഷൻ നടക്കും. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഇൻഫോസിസിനെ കുറിച്ചായാലും LNTയെ കുറിച്ചായാലും ചൈനയുടെ 996നെ കുറിച്ചായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം അതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ഈ മുഴുവൻ ചർച്ചയിലും ജോലി എന്തായിരിക്കുമെന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല. ഈ സംവാദത്തിൽ ജോലിക്ക് ഒരർത്ഥമേ ഉള്ളൂ. ജോലി പണം സമ്പാദിക്കുന്ന ഒന്നാണ്. അത് സുസ്ഥിരത നൽകുന്നു, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു, അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു തുടങ്ങിയവ. അതുകൊണ്ടാണ് ഈ മുഴുവൻ സംവാദത്തിലും നിങ്ങൾ എവിടെയെങ്കിലും ജോലിയുടെ നിർവചനം ആരെങ്കിലും കൊണ്ടുവന്നതായി കണ്ടോ? ഹൗ ഡു വി ഡിഫൈൻഡ് വർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ? ആരെങ്കിലും പറഞ്ഞോ? ഇല്ലില്ല. കാരണം അവരെല്ലാവരും സമ്മതിക്കുന്നു ജോലി എന്നാൽ എന്തോ ഒന്നെന്ന്. കൈകാലുകൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് പണം ലഭിക്കുന്നതെന്ന്.
ഔട്ട്പുട്ട് പണവും ഇൻപുട്ട് കൈകാലുകളുമാണ്. ഞാൻ എത്ര മണിക്കൂർ എന്റെ കൈയും കാലുകളും ഉപയോഗിച്ചു എന്നത് എന്റെ ഇൻപുട്ടാണ്. ആരും ജോലിയുടെ നിർവചനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കാദ്യം അവരുടെ ലോകത്തേക്ക് പോയി അവിടെ സംസാരിക്കാം. എന്നിട്ട് ലോകത്തിന് പുറത്തുള്ള എന്തിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ആ ലോകത്തിൽ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വീട് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പണം കൊണ്ടുവരുവാനും ആ പണം കൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വാങ്ങുന്നതിനും ആസ്വദിക്കുന്നതിനും നിങ്ങളുടെ ഹോബികൾ നിറവേറ്റുവാനും ഇതെല്ലാം ചെയ്യുവാനും വിവാഹം കഴിക്കുവാനും കുട്ടികളുടെ ഫീസ് അടയ്ക്കുവാനും വേണ്ടിയിട്ടാണ്. അവിടെ ജോലി ചെയ്യുന്നത് അതിനായി മാത്രമാണ്. അവിടെ ജോലി സമയം പരിമിതപ്പെടുത്തേണ്ടതും തൊഴിൽ ജീവിത ബാലൻസ് നിലനിർത്തേണ്ടതും അത്യന്താപേക്ഷിതവുമാണ്. അത്തരമൊരു പരിതസ്ഥിതിയിൽ ഈ ആശയം തികച്ചും ആപ്ലിക്കബിളുമാണ്. കാരണം സഹോദര, അവൻ വന്നത് ജോലി ചെയ്ത് ജീവൻ നഷ്ടപ്പെടുത്തുവാനാണോ? ജീവനക്കാരൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തത് 90 മണിക്കൂർ ജോലി ചെയ്ത് തന്റെ ജീവൻ ബലിയർപ്പിക്കുവാനാണോ? അവൻ വന്നത് കുറച്ച് ജോലി ചെയ്ത് ഇൻപുട്ട് കുറയ്ക്കുവാനും ഔട്ട്പുട്ട് പരമാവധിയാക്കുവാനും വേണ്ടിയിട്ടാണ്. അതെ, അവൻ ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വന്നത്. തൊഴിലുടമയുടെ ഉദ്ദേശം തികച്ചും വ്യത്യസ്തവുമാണ്. ഞാൻ അവനിൽ നിന്ന് പരമാവധി ജോലി എടുക്കണമെന്നും മിനിമം പണം നൽകണമെന്നും അദ്ദേഹം പറയുന്നു. കഴിയുന്നത്ര അവന്റെ മണിക്കൂറുകൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഇതെല്ലായ്പ്പോഴും സങ്കീർണവുമാണ്. കൂടുതൽ ജോലികൾ ചെയ്യേണ്ടതുണ്ടെന്ന പ്രസ്താവനകൾ വരുമ്പോഴെല്ലാം അവ ഉടമയിൽ നിന്നോ സിഇഒയിൽ നിന്നോ ഒക്കെ വരാം. ഇല്ല, നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം ജോലികൾ ചെയ്യിക്കുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് എവിടെ പോയി? ബേൺ ഔട്ടായി പോകും. ഇതെല്ലാം എംപ്ലോയീസിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. നീ റെഡിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റെഡിറ്റ് ടു ട്വിറ്റർ ആണ്. ഇതിനെക്കുറിച്ചെല്ലാം നല്ലവണ്ണം നോക്കുക. ആരാണോ പറയുന്നത് ഇത് തെറ്റാണ്, എക്സ്പ്ലോയിറ്റേഷനാണ്, ഒരു അപ്പർ ലിമിറ്റ് വേണം. വീക്ക്ലി അവേഴ്സിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം, എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയുന്ന സിഇഒ ഇവരൊക്കെ ചൂഷകരാണ്. അവരെ കളിയാക്കുന്നത് ജീവനക്കാരായിരിക്കണം. കാരണം എനിക്ക് ചെയ്യാൻ വളരെ കുറച്ച് ജോലിയെങ്കിലും നൽകണം. ഇതൊരു തരം ക്ലാസ് സ്ട്രഗിളായി മാറിയിരിക്കുന്നു. ഇതൊരു വർഗ സംഘർഷമാണ്. ഏറ്റവും കുറഞ്ഞ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വർഗമുണ്ട്. പരമാവധി ജോലിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വർഗവുമുണ്ട്. അവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരന്റെ ഉൽപ്പാദനക്ഷമത പരമാവധിയാക്കണം. ഇത് ഞാൻ സ്നേഹമില്ലാത്ത ആ സന്ദർഭത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജോലി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ജോലിയുടെ നിർവചനം എന്നത് ഇതുവരെ എവിടെയും പരാമർശിച്ചിട്ടില്ല. ഞാൻ ഒരു ജനറൽ കോർപ്പറേറ്റ് എൻവയോൺമെന്റ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ജനറൽ കോർപ്പറേറ്റ് എൻവയോൺമെന്റ് കൂടി എടുക്കുകയാണെങ്കിൽ എവിടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സ്നേഹരഹിതമാണെങ്കിൽ ഈ മണിക്കൂറുകളുടെ ഉയർന്ന പരിധി പരിമിതപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യും എന്നതിൻ്റെ ഉയർന്ന പരിധിക്ക് കാരണം ആളുകൾ ദരിദ്രരാണ് എന്നതല്ല. അവർ എത്ര ദരിദ്രരാകുന്നു അവരുടെ കൈയും അത്രയും വളച്ചൊടിക്കുവാൻ കഴിയും. അതിനാലാണ് നിങ്ങൾ ജർമ്മനി, ജപ്പാൻ, നെതർലാൻഡ്സ് അല്ലെങ്കിൽ സ്കാൻഡിനേവിയ എന്നിവ കണ്ടെത്തുന്നത്. ഈ രാജ്യങ്ങളെല്ലാം 31, 32, 35, 36 മണിക്കൂറുകളാണ് ആവറേജ് വർക്ക് വീക്ക്. ഇവിടെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഇത്രയും അധികം ജോലി ലഭിക്കും. അവ 32 മണിക്കൂർ, ചിലപ്പോൾ 36 മണിക്കൂർ മാത്രം ചെയ്താൽ മതിയാകും. ദരിദ്ര രാജ്യങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, മറ്റേതെങ്കിലും വികസ്വര രാജ്യമോ ആകട്ടെ, അത് മെക്സിക്കോ ആകട്ടെ, ബ്രസീലാകട്ടെ, ഈ ആളുകളാകട്ടെ, അവരുടെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി വർക്ക് വീക്ക്ലി 45 മണിക്കൂറുകളായിരിക്കും. ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയും 50 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു പ്രവൃത്തി ആഴ്ചയിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കിത് വികസിത രാജ്യങ്ങളിൽ കാണുവാൻ കഴിയില്ല. UK-യിൽ, ബ്രിട്ടനിൽ, ചിലപ്പോ ഈ ജർമ്മനി, ജപ്പാനിൽ പ്രചാരത്തിലുള്ള 4 ദിവസത്തെ പ്രവൃത്തി ആഴ്ചയിലും ഇത് പരീക്ഷിക്കപ്പെട്ടു. ഇല്ല സർ, ഉൽപ്പാദനക്ഷമത മികച്ചതായി തുടരുന്നു. ദിവസത്തിൽ 6 മണിക്കൂർ ദൈർഘ്യമുള്ള ജോലിയും ചെയ്തു. അപ്പോഴും ഉൽപ്പാദനക്ഷമത മികച്ചതായിരുന്നു. 4 ദിവസം ജോലി ചെയ്താൽ അവർക്ക് സന്തോഷമായി. എന്തെന്നാൽ ഇപ്പോൾ 3 ദിവസം ആസ്വദിക്കാം. അതിനാൽ 4 ദിവസം മുഴുവൻ ശക്തിയോടെ ജോലി ചെയ്യുന്നു. എന്തെന്നാൽ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ ഇനി 3 ദിവസത്തേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. അതായത്
ഉം, ഈ നിങ്ങൾക്ക് ഇനി 3 ദിവസത്തേക്കൊന്നും ചെയ്യേണ്ടല്ലോ എന്നോർത്ത്. ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അവരുടെ ജോലിയെ വെറുക്കുന്നു. 2 വർഷം മുൻപ് ഫ്രാൻസിൽ വിരമിക്കൽ പ്രായം 2 വർഷം വർദ്ധിപ്പിച്ചപ്പോൾ 10 ലക്ഷം പേർ മാർച്ച് നടത്തി. 10 ലക്ഷം പേർ ഒരു മാർച്ച് നടത്തി. വിരമിക്കൽ പ്രായം 2 വർഷം മാത്രം വർദ്ധിപ്പിച്ചു. ജോലി ചെയ്യുവാൻ താല്പര്യമില്ല, നമുക്ക് വിരമിക്കണം, പെൻഷൻ ലഭിക്കുവാൻ തുടങ്ങണം. ആളുകൾ അവരുടെ ജോലി വെറുക്കുന്നു. നമ്മൾ അതേ പരിതസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റിസർച്ച് ലാബ്സിൽ എന്താണ് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വിരമിക്കൽ സമയം വരുമ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് നമുക്കിപ്പോൾ കൂടുതൽ ജോലി ചെയ്യണമെന്നും എങ്ങനെയെങ്കിലും നമ്മുടെ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ആണ്. വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുവാൻ അവർ വളരെ ഉത്സുകരാണ്. വിരമിക്കൽ പ്രായം അവരുടെ ലാബിൽ 65 വയസ്സാണെന്ന് കരുതുക. അവർ 75 വർഷം വരെ ജോലി ചെയ്യുന്നത് കാണുവാൻ കഴിയും. ആ ജോലിയോട് ഒരു സ്നേഹവും തോന്നാത്ത താഴ്ന്ന നിലയിലുള്ള ആളുകൾ അസിസ്റ്റൻസ് ആയിരിക്കും, ടെക്നീഷ്യൻ ആയിരിക്കും. ഇവർക്ക് റിട്ടയർ ചെയ്യുവാൻ അവസരം ലഭിച്ചാലുടൻ വിരമിക്കുവാൻ വേണ്ടി ഓടിപ്പോകുന്നു. കാരണം ലോകത്തിലെ കൂടുതൽ ജോലികളും നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഔട്ട്പുട്ട് ഇൻപുട്ട് പരമാവധി ആക്കുക എന്നതാണ്. അതായത് നിങ്ങൾ അവനിൽ നിന്ന് എന്ത് ഇൻപുട്ട് എടുത്താലും അത് പരിധിക്കുള്ളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ആ മനുഷ്യൻ ഭ്രാന്തനായിത്തീരും. കാരണം വളരെ വ്യക്തമാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ പറയും വെറുക്കുന്നുവെന്ന്. വേറെന്തൊക്കെ പറയും? നിങ്ങൾ അതിനെ വെറുക്കുന്നുവെന്നും ആ ജോലി ആഴ്ചയിൽ 90 മണിക്കൂർ ചെയ്യേണ്ടി വന്നാൽ പിന്നെ എന്ത് സംഭവിക്കും? ശരിക്കും ഭ്രാന്ത് തന്നെ പിടിക്കും. അതുകൊണ്ടാണ് ജോലി സമയം നിയന്ത്രിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത്. ലോകത്തിലെ മിക്ക ആളുകളും അത്തരം ജോലികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് വെറുക്കപ്പെടുന്നവരായിരിക്കും, ഉദാസീനരാകുന്നവരാണ്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ജോലി ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂറോട്ടിക്കായി മാറും. എല്ലാം സംഭവിക്കും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും. അത് നിങ്ങൾക്ക് തെറ്റായി പോകും. നിങ്ങളുടെ എംപ്ലോയർക്കും തെറ്റായി പോകും അത്. ലോകത്തിലെ വികസിത രാജ്യങ്ങൾ സഹോദരാ, ഒരാഴ്ചയ്ക്കുള്ളിൽ ആരോടും ഇതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുവാൻ ആവശ്യപ്പെടരുതെന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായി പോകും. കാരണം അവന് ജോലി ഇഷ്ടമല്ല. ജോലി ജീവിത പങ്കാളിയെ പോലെയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിവാഹമോചനം ചെയ്യുവാൻ കഴിയും. പലരും വിവാഹം പോലും കഴിക്കാറില്ല. പക്ഷേ ജോലി ചെയ്യാത്ത ആരുമുണ്ടാകില്ല. തെറ്റായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് എത്ര മോശമാണോ, അതിനേക്കാൾ കൂടുതൽ മോശമാണ് തെറ്റായ ജോലിയിൽ പെട്ടുപോകുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധിക്കപ്പെട്ടാൽ പിന്നെയും പരിഹാരമുണ്ട്. ബന്ധം തകർന്നു, പിന്നെ നീ നോക്കിക്കോ, ഞാൻ ആരുടെയുമല്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറയുന്ന ആരെയും നീ കണ്ടെത്തുകയില്ല. നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. ആരുടെ കൂടെ ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി തുടരേണ്ടി വരും. തെറ്റായ ജോലി തിരഞ്ഞെടുത്തത്, ജോലിയെ സ്നേഹിക്കുവാൻ കഴിയാത്തത്, അത് ശരിക്കും ദയനീയകരമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അവന്റെ ജോലി സമയം പരിമിതപ്പെടുത്തുന്നത് തികച്ചും ശരിയാണെന്നാണ്. അല്ലെങ്കിൽ അവൻ മരിച്ചുപോകും. ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് 90-95% ആളുകളും, ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകളും അത്തരം ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. അവർക്ക് താല്പര്യമില്ലാത്ത, എന്തെന്നാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അവരെ തയ്യാറാക്കിയത് ജോലിയെ വെറും ഔട്ട് അപ്പോൺ ഇൻപുട്ടായി കാണുവാനാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പ്ലേസ്മെന്റ്, ഓഫീസ് ഒക്കെ പറയുന്നത് ഗോ ആൻഡ് ലുക്ക് ഫോർ എ മീനിങ് വെക്കേഷൻ. ഇതാണോ പറയുന്നത്? പറയുന്നത് പോയി CTC ഫിഗർ നോക്കൂ, ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പണം ലഭിക്കുന്നു, ഇത്രയും പൈസ ആഴ്ചയിൽ 1 മണിക്കൂർ ജോലി ചെയ്ത് ലഭിച്ചാൽ അതെത്ര രസകരമായിരിക്കുമെന്നാണ്. ചിന്തിക്ക്. ഞാൻ ഇത് പറഞ്ഞാൽ മാത്രം എത്ര പേരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമായിരുന്നു. അവർക്ക് ലഭിക്കുന്ന അതേ ശമ്പളം അവർക്ക് ലഭിക്കുകയും ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്യേണ്ടി വരികയും ചെയ്താൽ എന്ത് രസകരമായിരിക്കും. എന്തെന്നാൽ നിങ്ങൾ ജോലിയായിട്ടല്ല ചെയ്യുന്നത്, സാലറിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ജീവിക്കുവാനുള്ള ഏറ്റവും മോശമായ രീതിയാണ്. ഇനിയിപ്പോ നിങ്ങൾ നോക്കൂ, ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ആളുകൾ പറയുന്നു,
വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണമെങ്കിൽ വീട്ടിൽ പോയി നിങ്ങൾ ഹോബി ചെയ്യും. നിങ്ങൾക്ക് ഒരു ഹോബി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളത് നിങ്ങളുടെ ജീവിതമാക്കാത്തത്? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നിങ്ങൾ പറയുന്നത് ഞാൻ വീട്ടിൽ പോയി ക്വാളിറ്റി ടൈം ചെലവഴിക്കും ഭാര്യയോടും മക്കളോടുമൊപ്പം. നിങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ജോലി സൃഷ്ടിക്കുമായിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ ക്വാളിറ്റി ജോലി സൃഷ്ടിക്കുമായിരുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തിയാണ്. CTCക്ക് വേണ്ടി ജോലിയിൽ സ്വയം വിറ്റ വ്യക്തികളാണ് നിങ്ങൾ. ഈ വിൽക്കപ്പെട്ട വ്യക്തി വീട്ടിൽ എന്ത് ക്വാളിറ്റി ടൈം ചെലവഴിക്കാനാണ്? ഇവർ തന്റെ മക്കളെയും വിൽക്കുവാൻ പഠിപ്പിക്കും. ഈ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഞാൻ പറയുന്നു, സഹോദരാ, ഇതിൽ കൂടുതൽ ജോലി ചെയ്യരുത്. അവനെ ആഴ്ചയിൽ പരമാവധി 40 മണിക്കൂർ ജോലി ചെയ്യിക്കൂ, അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായി പോകും. ശരിക്കും അവനോട് ഒരുപാട് അനുകമ്പയുണ്ട്. ആരെയാണ് തങ്ങളുടെ ജോലിയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ കാണുന്നത്? അവരുടെ ജോലി കുറച്ചുകൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കുന്നു. എന്തെന്നാൽ അവർക്ക് ജോലി നൽകുന്നത് ക്രൂരതയാണ്. ജോലിയെ സ്നേഹിക്കുന്നവന് ഞാൻ ജോലി നൽകുന്നു. ജോലിയെ സ്നേഹിക്കുന്ന അവനോട് ഞാൻ പറയും, കൂടുതൽ ചെയ്യുക, കൂടുതൽ ചെയ്യുക എന്ന്. സ്നേഹം അനന്തമാണ്. നീ അത് കൂടുതൽ ചെയ്യുക. ഞാൻ കാണുന്നയാൾ ഒരു പാമ്പിനെ പോലെ പുളയുന്നു. ഇത് വളരെ കൂടുതലാണ്. അവരോട് ഞാൻ പറയും ജോലി കുറച്ച് ചെയ്യുവാൻ. ഇവിടെ നിന്ന് നമുക്ക് ജോലിയുടെ നിർവചനം എന്തായിരിക്കണം എന്നതിലേക്ക് വരാം. ഒരുപാട് ആളുകൾ ഈ റെക്കോർഡിംഗ് കാണുന്നത് പോലെ നിർത്തിക്കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയോട് ഒരു സ്നേഹവും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ആവശ്യപ്പെടുന്നത്. ചില ആളുകൾ പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ സംസാരമാണ്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ശരി, ഇപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ CTCക്ക് വേണ്ടി സ്വയം വിറ്റുകഴിഞ്ഞാൽ സത്യം കേൾക്കുവാൻ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജോലി എന്നാൽ എന്താണ്? പ്രണയമാണ് ശരിക്കും. ജോലി എന്നത് നിങ്ങൾ പറയും ഞാൻ പണം നൽകുവാൻ തയ്യാറാണ്. ശമ്പളം ചോദിക്കുന്നു എന്ന വസ്തുത മറക്കുക. എനിക്ക് ശമ്പളം ലഭിച്ചാൽ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബോണസാണ് സഹോദര. എനിക്ക് മുകളിൽ ധാരാളം ലഭിച്ചു. അത് കൃപയാണ് സഹോദര. അത് കരുണയാണ്. അത് കൃപയാണ് ശരിക്കും. എനിക്ക് കുറച്ചുകൂടി കിട്ടിയാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ജോലി ചെയ്യുന്നത്. ജോലിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ജോലി ഇത്രയ്ക്ക് മനോഹരമായാൽ ആരാണ് മണിക്കൂറുകൾ എണ്ണുന്നത്? നമ്മുടെ ആഴ്ചയിലെ ജോലി സമയം എത്രയാണ് നമുക്ക് എങ്ങനെ അറിയുവാൻ പറ്റും? നമ്മൾ ഒരിക്കലും മണിക്കൂറുകൾ എണ്ണിയിട്ടില്ല. അവ എണ്ണിയാൽ ഒരു സംഖ്യ മാത്രമേ ലഭിക്കൂ, 24. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 24 മണിക്കൂർ നമ്മൾ സ്നേഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ സ്നേഹം ജോലിയായി പുറത്തു വരുന്നു. ഇവിടെ എന്റെ ജോലി ആഴ്ചയിൽ എത്ര മണിക്കൂറാണെന്ന് എങ്ങനെ പറയും? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളോട് ഒരുപാട് ജോലി ചെയ്യുവാൻ പറയുന്ന സിഇഒയ്ക്ക് ജോലിയോട് കൂടുതൽ സ്നേഹമുണ്ടായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഒരിക്കലുമല്ല. ഇപ്പോൾ ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പറഞ്ഞത്, പാവപ്പെട്ടയാൾ പണത്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്, അതിനാൽ അവന്റെ സമയം കുറയ്ക്കുക എന്നത് മാത്രമേ പറയൂ എന്നാണ്. ആരായാലും, ഉടമകളായാലും സമയം വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നവർ അവരുടെ ജോലിയെ വളരെയധികം സ്നേഹിക്കുന്നതിനാൽ അവർ സമയം വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു സാധാരണ ജീവനക്കാരനേക്കാൾ 300, 400, 800 ഇരട്ടി ശമ്പളം മേടിക്കുന്നു. അത്രയും ശമ്പളം കിട്ടുമ്പോൾ നീയും അത് പൂർണ്ണമായും വിൽക്കേണ്ടി വരും. നിനക്കിത്രയും അധികം തരുന്നവർ അത് നിനക്ക് സൗജന്യമായി ചെയ്യുവാൻ വേണ്ടി നൽകുന്നതല്ല. ആവറേജ് CEO കോമ്പൻസേഷൻ ഇന്ത്യയിൽ 300:1 ആണ്. ചില കമ്പനികളിൽ ഇത് 1000:1 കൂടുതലാണ്. ചില സമയം അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇത്രയും പണം വാങ്ങുന്നയാൾ തീർച്ചയായും ജോലി ചെയ്യും. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുവെന്ന് അയാൾ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ ഇത്രയും ജോലി ചെയ്തില്ലെങ്കിൽ ബോർഡ് നിങ്ങളെ ബ്ലാക്ക് മാർക്ക് ചെയ്ത് പുറത്താക്കും. നീ എന്താണ് പറയുന്നത്? ഞാനൊരു മാതൃകയാണ്. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നു, നിങ്ങളും അത് ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ തുക അവർക്ക് നൽകുക. അപ്പോൾ അവരും അത് ചെയ്യും. നീ അവരോട് എന്തിനാണ് പറയുന്നത് നീ 90 മണിക്കൂർ ജോലി ചെയ്യണം, 190 മണിക്കൂർ ജോലി ചെയ്യണം? നീ അത് ചെയ്യണം. നീ കഴിക്കുന്ന അത്രയും അവർക്കും കൊടുക്കൂ. അവരും അത് സന്തോഷത്തോടെ ചെയ്യും. ഇതെല്ലാം നമ്മുടെ വരണ്ട ജീവിതത്തിന്റെ കഥകളാണ്. പണം വരുന്നതിന് വേണ്ടിയിട്ടാണ്
ജോലി ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പണം ലഭിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി വന്നാൽ കൺസപ്ഷൻ ചെയ്യും. ഉം. അതുകൊണ്ടാണ് ഗീത വേണമെന്ന് പറയുന്നത്. ഗീത പറയുന്നു, നിസ്വാർത്ഥമായി ഇരിക്കുന്നതിലാണ് രസം. കർമ്മമുള്ളത് കർമ്മഫലം ലഭിക്കുന്നത് കൊണ്ട് മാത്രമല്ല. കർമ്മം സ്വയം വളരെ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഉയർന്നതാകുന്നത്? കാരണം അത് നമ്മുടെ ധാരണയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും പിന്മാറുകയില്ല. സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് പരാജയപ്പെടുന്നു. നമുക്കറിയാം 20 സ്റ്റാർട്ടപ്പുകളിൽ 19 പരാജയപ്പെടുന്നു. കാരണം അവർ ശരിയായ മാർക്കറ്റ് സെഗ്മെന്റ് തിരഞ്ഞെടുക്കാത്തതിനാൽ, പ്രോഡക്റ്റ് മോശമായതിനാൽ ഫണ്ടിംഗ് ലഭിച്ചില്ല. അതൊന്നും തന്നെയല്ല, കൂടുതൽ സ്റ്റാർട്ടപ്പും അവ ഫെയിലാകുന്നതല്ലേ, അടച്ചിരിക്കുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് അടച്ചിരിക്കുന്നത്? വെറുതെ ലാഭം കൊയ്യുവാൻ വേണ്ടി തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2-3 വർഷം കഴിഞ്ഞിട്ടും ലാഭം ആഗ്രഹിച്ചതുപോലെ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടും. ജോലിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ഫലത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ജോലിയോട് സ്നേഹം ഉണ്ടാകും? എല്ലാ സ്നേഹവും ഫലത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കുട്ടിക്കാലം മുതൽ നമ്മൾ മനസ്സിൽ കുത്തിവെച്ചതാണ്. അമ്മ ധനിയ ഛോട്ടയോട് പറയുന്നു, നീ ബോട്ട് ടോപ്പ് വന്നാൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുമെന്ന്. അതിനർത്ഥം സ്നേഹം നിനക്ക് ലഭിക്കും നേട്ടത്തിലൂടെയെന്ന്. വാ ബേട്ട വാ, ഞാൻ ടോപ്പ് ചെയ്യണം. അതിന് ഞാൻ എത്ര ആഴത്തിൽ പഠിച്ചാലും, ഞാൻ ഹിസ്റ്ററി പഠിച്ചാലും, ഏത് വിധേനയും ഞാൻ ഒന്നാമതാകണം. എങ്കിൽ എൻ്റെ ജോലി പൂർത്തിയായി. അതായത് ഇവിടെ റിസൾട്ട് ഫോക്കസ് ആണ്, പ്രോസസ് ഫോക്കസ് അല്ല, ലെറ്റ്സ് ഫോക്കസ് അല്ല, ഹാർഡ് ഫോക്കസ് അല്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു ഫലം കൊണ്ടുവരിക മാത്രമാണ് ലക്ഷ്യം. ഫലം കൊണ്ടുവരുവാനാണെങ്കിൽ എത്രയും കുറച്ച് ഇൻപുട്ട് ലഭിക്കുന്നുവോ അത്രയും നല്ലതാണ്. അതെ, അത്രയും നല്ലത്. അത്രയും നല്ലത്. എല്ലാവരും ജോലി ചെയ്യുന്ന തിരക്കിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയും ആഴ്ചയിലെ മുഴുവൻ ദിവസത്തെ ജോലി ചെയ്യുകയും ചെയ്യും. മൊത്തം 30 മണിക്കൂർ ജോലി ചെയ്യും. ഞാൻ അവരോട് യോജിക്കുന്നു. പാവങ്ങളുടെ ജോലി സമയം ഇനിയും കുറയ്ക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പാവപ്പെട്ടവർ വളരെ മോശം അവസ്ഥയിലാണ്. അവരോട് കരുണ കാണിക്കണം. അവർക്ക് ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യിക്കുന്നതിനേക്കാൾ വലിയ എന്ത് ശിക്ഷയാണ് അവർക്ക് ലഭിക്കുക? ഇത് വളരെ വലിയ ശിക്ഷയാണ്. ഇപ്പോൾ അവരെ ജോലിക്ക് വിളിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അവനെ ശിക്ഷിക്കുന്നത്? ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തിയ മനുഷ്യൻ അവനോട് പോയി ചോദിക്ക്. അവനോട് പോയി നിങ്ങൾ ചോദിക്കണം, അവന്റെ കൈത്തണ്ടയിൽ ഒരു വാച്ച് പോലും കെട്ടിയിട്ടില്ലെന്ന്. എന്തു പകൽ, എന്ത് രാത്രി, എന്ത് വ്യാഴാഴ്ച, എന്ത് ശനിയാഴ്ച, എന്ത് ഞായറാഴ്ച, എന്ത് ഈ മാസം, എന്ത് ആ മാസം, വേനൽക്കാലമോ മഴയോ ആകട്ടെ, അവൻ സ്വന്തം വിനോദത്തിൽ മുഴുകിയിരിക്കുന്നു. അത് ആ ജീവനക്കാരന്റെ തെറ്റല്ല, ഹൃദയത്തിലല്ല, കണക്കുകളിലാണ് പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ തെറ്റാണ്. നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ നമ്പറുകൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. നമ്പർ ഒരു കണക്കാണ് ശരിക്കും. നിങ്ങളോട് ബോർഡ് പരീക്ഷയിൽ മാർക്ക് നേടുവാൻ പറയുന്നു. അതും ഒരു കണക്കാണ്. പിന്നെ പ്രവേശന പരീക്ഷയിൽ റാങ്ക് നേടുവാൻ നിങ്ങളോട് പറയുന്നു. ആ റാങ്കും ഒരു കണക്കാണ്. പിന്നെ കോളേജിൽ CGPA നേടുവാൻ നിങ്ങളോട് പറയുന്നു. ആ CGPAയും ഒരു കണക്കാണ്. പിന്നെ നിങ്ങൾ പ്ലേസ്മെന്റിൽ ഒരു CTC കൊണ്ടുവരുവാൻ പറയുന്നു. അതിനുശേഷം ചിലർ ഓൺട്രപ്രണർ ആകുന്നു. അവരോടൊരു IPO കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. ആ IPOയും ഒരു കണക്കാണ്. പക്ഷേ ഹൃദയം എവിടെയോ ആണ്. കണക്കുകൾക്ക് പിന്നിൽ കണക്കുകളുണ്ട്. നിങ്ങൾ കണക്കുകളുടെ കളി കളിക്കുകയാണ്. അപ്പോൾ ജോലി സമയവും ഒരു കണക്ക് മാത്രമാണ്. അതിനാൽ കണക്കുകൾക്ക് പിന്നിൽ പോരാടിക്കൊണ്ടിരിക്കുക. അതിൽ ജീവിതമില്ല, അതിൽ സ്നേഹമില്ല. ആർക്കാണോ ജീവിതം വിറ്റ് ജീവിക്കുന്നത്, ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു, അവരുടെ ജോലി സമയം വളരെ പരിമിതമാക്കുകയും അവരുടെ ജോലി ജീവിത സന്തുലിതാവസ്ഥ ശ്രദ്ധിക്കുകയും വേണം. അതേസമയം തന്നെ ഞാൻ ചോദിക്കുന്നു, കണക്കുകൾക്ക് പിന്നിൽ, പണത്തിന് പിന്നിൽ, സൗകര്യങ്ങൾക്ക് പിന്നിൽ വിറ്റുതീർന്ന ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണോ എന്ന്? അത് നിങ്ങളുടെ ജോലിയായാലും, അത് നിങ്ങളുടെ തൊഴിലായാലും, നിങ്ങളുടെ ബിസിനസ് ആയാലും,
എന്തുകൊണ്ട് അത് ഹൃദയംഗമായ ഒരു കാര്യമായിക്കൂടാ? ഇത് എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നല്ല ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേഷ്യം തോന്നുന്ന കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ വെറുപ്പ് തോന്നുന്നു. ഇത് ജീവിതമാണോ? അപ്പോൾ ഇതാണോ ജീവിതം? ഇതെല്ലാം എന്തിനാണ്? മാസാവസാനം കുറച്ച് പൈസ ലഭിക്കുന്നു, നിങ്ങൾക്ക് കുടുംബം നടത്തുവാൻ കഴിയും. കുക്കറിന്റെ വിസിൽ ശബ്ദം കേൾപ്പിക്കുന്നു, രസകരമായിരിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് നോക്ക്, വിവരങ്ങൾ വളരെ രസകരമാണ്. ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. രസകരമായ കഥയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ജനന നിരക്കും കുറയുന്നു. ശരി, മോർബിറ്റേറ്ററി കുറയുന്നു. മോർബിറ്റേറ്ററി എന്നാൽ രോഗം എന്നാണ് അർത്ഥമാക്കുന്നത്. രോഗങ്ങൾക്കും ചികിത്സകൾ വരുന്നു. അതായത് പ്രായമായ ആളുകൾ വളരെ കാലം ജീവിക്കുന്നു എന്നാണ്. പ്രായമായ ആളുകൾ വളരെ കാലം ജീവിക്കുന്നു എന്നാണ്. അസുഖമില്ല. അദ്ദേഹം 60 വയസ്സിൽ വിരമിച്ചു. 90 വയസ്സ് വരെ ജീവിക്കും. 60നും 90നും ഇടയിൽ പോലും ആരോഗ്യമുള്ളവരാണ്. ജനന നിരക്ക് കുറഞ്ഞു. അതിനാൽ ചെറുപ്പക്കാർ കുറഞ്ഞു വരുന്നു. ഈ വൃദ്ധർ 60 വയസ്സിൽ മാത്രമാണ് വിരമിച്ചത്. ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആരാണ് എക്കണോമിക് പ്രൊഡക്ഷൻ നടത്തുക? യുവാക്കളില്ല. വൃദ്ധർ 60 വയസ്സിൽ വിരമിക്കും, പക്ഷേ കൂടുതൽ കാലം ജീവിക്കും. അതിനാൽ വൃദ്ധരോട് സഹോദരാ കൂടുതൽ ജോലി ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ വലിയ അഭിപ്രായം പുറത്തു വന്നത്. വാർദ്ധക്യ ഗവേഷണം മുതലായവയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കൂടുതൽ കാലം ജീവിക്കുവാൻ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമെന്നാണെങ്കിൽ നമുക്ക് കൂടുതൽ ജീവിക്കേണ്ട. ആളുകൾ അവരുടെ ജോലിയെ അത്രയും അധികം വെറുക്കുന്നു. എക്സ്റ്റെൻഡഡ് ലൈഫ് എന്നതുകൊണ്ട് നമ്മുടെ വിരമിക്കൽ പ്രായവും മുന്നോട്ട് പോകുമെങ്കിൽ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ലൈഫ് പ്ലാൻ നൽകരുത്. ഞങ്ങൾ കൂടുതൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജോലി ചെയ്യില്ല, നമ്മൾ ഉടൻ മരിച്ചാലും സ്വീകാര്യമാണ്. എന്നാലും ജോലി ചെയ്യിക്കരുത്, കാരണം ഞങ്ങൾ ഈ ജോലിയെ തന്നെ വെറുക്കുന്നു. ബ്രിട്ടനിൽ ഒരു സർവേ നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരുപക്ഷെ 40, 60 അല്ലെങ്കിൽ 70. ഹി കൺസിഡർ അവർ ജോബ് ആസ് എയ്തർ ഫ്രൂലെസ് ഓർ റിഡൻഡന്റ്. ഈ വ്യക്തി തീർച്ചയായും പറയും അവരുടെ ജോലി ഫ്രൂലെസും റിഡൻഡന്റും ട്രിവ്യലുമാണ്. സഹോദര, എന്നെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കരുത്. AI-യുടെ പേരിൽ ഇപ്പോൾ ഒരു പുതിയ പ്രേതം ഉയർന്നു വന്നിരിക്കുന്നു. കാരണം നിങ്ങളുടെ ജോലി ഇങ്ങനെയുള്ളതാണ്. അത് മറ്റൊരാൾക്ക് ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ AI നിങ്ങളുടെ ജോലി തട്ടിയെടുക്കില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് യഥാർത്ഥ സ്നേഹം വരില്ല. AI-ക്ക് എന്തു വന്നാലും സ്നേഹം വരില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്തിരുന്നുവെങ്കിൽ മനുഷ്യന് മാത്രം ചെയ്യുവാൻ പറ്റുന്നത് ട്രാൻസെൻഡൽ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ നിങ്ങൾ AI-ക്ക് നിങ്ങളെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ ജോലിയും അങ്ങനെയുള്ളതായിരുന്നു. പേപ്പർ പുഷിംഗ്. ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ജോലി തട്ടിയെടുക്കുമെന്നാണ്. ഒരു നരകവുമില്ല, ജീർണിച്ച ഓഫീസ് മാത്രമാണ് നരകം. ആ ജീർണിച്ച ഓഫീസിനെ പൂർത്തീകരിക്കുന്നത്, ഓഫീസിന് ശേഷം നിങ്ങൾ വരുന്ന ജീർണിച്ച വീട് വേറെന്തായിരിക്കും? നരകം. ഇനി നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കുറച്ച് പണം കിട്ടുവാൻ വേണ്ടിയും അതോടൊപ്പം വീട്ടിൽ വരുന്നത് അത് ചെലവാക്കാൻ വേണ്ടിയിട്ടുമാണ്. വേറെ എന്താണ് നരകം? ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. മാസത്തിൽ എത്ര ദിവസം ശമ്പളം ലഭിക്കുന്നു? ഒരു ദിവസം കിട്ടുന്നു. എന്നാൽ ബാക്കിയുള്ള 29 ദിവസം
നിങ്ങൾ എങ്ങനെ ജീവിക്കും? ബാക്കിയുള്ള 29 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാലറിക്ക് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വീണ്ടും വീണ്ടും നോക്കുന്നു. സാലറി വന്നോ ഇല്ലയോ എന്നറിയുവാൻ. എന്ത് എന്ത് പ്രയോജനം? ഒരുപാട് സന്തോഷിക്കുന്നു 4% കയറ്റം കിട്ടിയാൽ. ഏയ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അവന്റെ ജോലി സമയം ഉടൻ കുറയ്ക്കുവാൻ. ഇവിടെ ശമ്പളത്തിന്റെ രൂപത്തിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടും ഓരോ ദിവസവും ചുരുങ്ങുന്നത് പക്ഷേ ഈ പാവം അറിയുന്നില്ല. ഈ ആളുകൾ പറയുന്നത് എന്താണെന്നോ? ജോലി സമയം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന ഇവരെല്ലാം ക്യാപിറ്റലിസത്തിന്റെ ബെനിഫിഷ്യറീസ് ആണ്. ക്യാപിറ്റലിസത്തിൽ സംഭവിക്കുന്ന വീഴ്ചയുടെ ഫലം വെൽത്ത് ട്രിഗർ ഡൗൺ ചെയ്യുന്നില്ല, പോവേർട്ടിയാണ് ട്രിഗർ ഡൗൺ ചെയ്യുന്നത്. നിങ്ങളുടെ ശമ്പളം ഒരു വർഷത്തിൽ എത്ര ശതമാനം വർദ്ധിക്കുന്നു? 5. നിങ്ങൾ സന്തോഷവാനായി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശമ്പളം എത്ര വർദ്ധിച്ചു? സ്റ്റോക്ക് ഓപ്ഷനുകൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ശമ്പളം 80 വർദ്ധിച്ചു. നിങ്ങൾ പറയൂ, നിങ്ങൾ സമ്പന്നനായോ അതോ ദരിദ്രനായോ? നിങ്ങൾ കൂടുതൽ ദരിദ്രനായി. നാമമാത്രമായ വാക്കുകളിൽ മാത്രമല്ല ഞാൻ അവനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദരിദ്രനാണ്. അവന് പണം വളരെയധികം വർദ്ധിച്ചതിനാൽ ഇപ്പോൾ അവൻ എന്ത് വാങ്ങുമ്പോഴും വില വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ അയക്കണം. മുകളിലിരിക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ ബെനിഫിഷ്യറി അവനും കുട്ടിയെ സ്കൂളിൽ അയക്കും. സ്കൂളിലെ സീറ്റുകൾ പരിമിതമായിരിക്കും. ആ പരിമിതമായ സീറ്റുകൾ മുകളിലുള്ള ആളുകൾ ഭീമമായ ഫീസ് നൽകി നികത്തും. ഇപ്പോൾ നീയും നിന്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മുകളിലുള്ളവർക്ക് താങ്ങുവാൻ കഴിയുന്ന അതേ ഫീസ് നിങ്ങളിൽ നിന്നും ഈടാക്കും. മുകളിലുള്ളവന് അഫോർഡബിൾ ആണ്, കാരണം അവന്റെ ശമ്പളം 80% വർദ്ധിച്ചു. നിങ്ങളുടെ 5% കൊണ്ട് നിങ്ങൾ എങ്ങനെ അഫോർഡ് ചെയ്യും? കൂടുതൽ കൂടുതൽ പണം ലഭിക്കുന്നയാൾ എല്ലാറ്റിനും വില വർദ്ധിപ്പിക്കുകയാണ്. അത് ഹോട്ടൽ മുറികളായാലും സ്ഥലമായാലും സ്കൂൾ ഫീസ് ആയാലും ആശുപത്രി ചാർജുകളായാലും എല്ലാറ്റിൻ്റെയും വിലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൂടുതൽ ദരിദ്രനാക്കുന്നു. പക്ഷേ നിങ്ങൾ കണക്കാക്കുന്നു, നോക്കൂ എൻ്റെ CTC. ഈ മുഴുവൻ ചർച്ചയും ഫ്രൂലെസ് ആണ്. എത്ര മണിക്കൂർ ജോലി? എത്ര മണിക്കൂർ ജോലി? ഇല്ല. രണ്ടുപേരും ഒരു ചൂഷണ വ്യവസ്ഥയുടെ തടവുകാരാണ്. സമയം വർദ്ധിപ്പിക്കരുതെന്ന് പറയുന്നയാളും ഒരു തടവുകാരനാണ്. സ്വാതന്ത്ര്യം പ്രണയത്തിലാണ്. രണ്ടുപേർക്കും അറിയില്ല. സ്വാതന്ത്ര്യമെന്നാൽ വാരാന്ത്യത്തിൽ ഗോൾഫ് കളിക്കുക. ഈ സ്വാതന്ത്ര്യം ആഴ്ചയിൽ 2 മണിക്കൂർ മാത്രമാണ് ലഭിക്കുന്നത്. ഇതിനെ സ്വാതന്ത്ര്യമെന്ന് പറയണോ അതോ ജയിലെന്നോ? ജയിലിലെ തടവുകാർക്ക് പോലും 2 മണിക്കൂർ സ്വാതന്ത്ര്യം ലഭിക്കാറുണ്ട്. വേറെന്തെങ്കിലും? കബീർ സാബ് പറഞ്ഞിട്ടുണ്ട്. കബീർ സാഹബിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മനസ്സ് പ്രണയത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തീയതികളും ദിവസങ്ങളും ആരാണ് എണ്ണുന്നത്? പ്രേമത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തീയതികളും ദിവസങ്ങളും എണ്ണപ്പെടുന്നില്ല. ഇപ്പോൾ സ്നേഹമില്ലാത്തവർ ഉറപ്പായും എണ്ണും. 35 മണിക്കൂർ എന്നത് അരമണിക്കൂറിനുള്ള പകുതി ജോലി അല്ലെന്നവർ കൃത്യമായി കണക്കാക്കണമെന്ന് ഞാൻ പറയുന്നു. അതിനാൽ ഞാൻ അവരോട് പറയുന്നു, ആദ്യം അവർക്ക് ഇത്രയധികം ശിക്ഷ ലഭിക്കുന്നു. അവർ ലവ്ലെസ് ലൈഫ് നയിക്കുന്നു. എന്തിനാണ് അവരെ കൂടുതൽ ശിക്ഷിക്കുന്നത്? ജോലി ചെയ്യിപ്പിച്ച്. ആചാര്യജി, ഗീതാ സെഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആചാര്യജിയുടെ അടുത്തെത്തിയപ്പോൾ ജീവിതത്തിൽ ഒരുതരം സമാധാനം ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളെക്കുറിച്ചും എപ്പോൾ എന്നതിനെക്കുറിച്ചും ചിന്തകളാൽ നിറഞ്ഞിരുന്നു എന്നൊക്കെ. ആചാര്യജിയുടെ അടുത്തെത്തിയപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒരുതരം വ്യവസ്ഥയിൽ ജീവിക്കുവാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ സംവിധാനം തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി. അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ചിന്ത തന്നെ കൂടുതൽ ഉത്കണ്ഠയും ടെൻഷനും വർദ്ധിപ്പിക്കും. അപ്പോൾ അവർ കരുതുന്നു, അതിനർത്ഥം അവർ വീണ്ടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശരിയായ കാര്യം ചെയ്യുമ്പോഴും അത് അമിതമായ പിരിമുറുക്കവും ടെൻഷനും നൽകുന്നു. അത് ശരിയാണോ എന്ന്. ശരിയായ ജോലി ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പിരിമുറുക്കം ലഭിക്കുന്നില്ല.
നിങ്ങളുടെ അത്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നു. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഇത്രയധികം ലക്ഷങ്ങൾ ലഭിക്കില്ല. മോശം ജോലി നഷ്ടപ്പെടുമെന്ന ഭയം സമ്മർദ്ദം നൽകുന്നു. അത് ശരിയായ ജോലി നൽകുന്നുവെങ്കിൽ അത് ശരിയായ ജോലിയാണ്. അതിലെന്ത് സ്ട്രെസ്? നിങ്ങൾ എല്ലാത്തരം ആവശ്യങ്ങളും വികസിപ്പിച്ചെടുത്തു. നിങ്ങളുടെ കോസ്റ്റ് സ്ട്രക്ചർ സൃഷ്ടിച്ചു. ഈ കാര്യത്തിനായി ഇത്രയധികം പണം ചെലവഴിക്കുന്നു. ആ കാര്യത്തിന് ഇത്രയും പണം ചെലവാക്കുന്നു. മോശമായ ജോലി വെറുതെ വരില്ല. ഇത് CTCയുടെ കൂടെ വരുന്നു. CTC നഷ്ടപ്പെടുമെന്ന ഭയമുണ്ട്. ഒരു പ്രശ്നവുമില്ല. ആരും CTC കഴിക്കുന്നില്ല. ആ CTCയിൽ നിന്ന് ആരാണോ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് അവർ സ്പർശിക്കുമോ എന്ന പേടിയുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? ഒന്നുമില്ല. നിങ്ങൾക്കൊരു സാധാരണ ബാത്റൂം ലഭിക്കും. ഏത് ജക്കൂസി ശരിയാണ്? എനിക്ക് വളരെ ടെൻഷനാണ്. എനിക്ക് ഹേർട്ട് അറ്റാക്ക് വരുന്നു. ഹായ് എനിക്ക് എൻ്റെ ജക്കൂസി മിസ് ചെയ്തു. എന്തൊരു ടെൻഷനാണിത്. ഇതൊരു സാധാരണ TV ആണ്. ഈ TV എത്ര ഇഞ്ചാണെന്ന് കരുതുക. എത്ര ഇഞ്ചായാലും അത് എത്ര? 40? അതെ, 40 ഇഞ്ച് TV ആണ്. ഇപ്പോൾ അവർക്കൊരു 400 ഇഞ്ച് TV വാങ്ങണമെന്ന ആഗ്രഹമുണ്ട്. 400 ഇഞ്ച് TV എങ്ങനെ ലഭ്യമാകുമെന്ന് ഓർത്ത് വിയർക്കുന്നു. മുഴുവൻ ചുവരും TV കൊണ്ട് നിറയ്ക്കണം. അവർക്ക് വേണം ഇത്രയും വലിയൊരു TV. വാങ്ങൂ, അത് വിപണിയിലും ലഭ്യമാണ്. അവർ ഇതിനായി വിയർക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി നിങ്ങൾ പൊരുത്തപ്പെടുകയും അവയ്ക്ക് ചുറ്റും ഒരു ചെലവ് ഘടന നിർമ്മിക്കുകയും എന്നിട്ട് ഞാൻ നിസ്സഹായനാണെന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് വൃത്തിയുള്ളതും കൃത്യവുമായ ജീവിതം എങ്ങനെ നയിക്കും? എനിക്ക് ബാധ്യതകളുണ്ട്. എനിക്ക് 1000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു പ്ലോട്ടിൽ എന്റെ കോട്ട പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എന്റെ ചെറിയ പ്രതീക്ഷ. എന്തിനു പണിയുവാൻ ആഗ്രഹിക്കുന്നു? കാരണം ഞാൻ അത് പണിതില്ലെങ്കിൽ എന്റെ ഭാര്യ ഓടിപ്പോകുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടല്ല സ്നേഹം. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഒരു ദിവസം അതൊരു മണിമാളികയായി മാറുമെന്നും അവൾ ആ മണിമാളികയുടെ രാജ്ഞിയാകുമെന്നാണ്. അതിനാൽ നിങ്ങളൊരു താഴ്ന്ന ജോലി പോലും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. CTCയുടെ അത്യാഗ്രഹത്തിൽ. കുട്ടികൾ വീട്ടിൽ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തിയേക്കാം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കുട്ടികളെ വളർത്തിയത് അങ്ങനെ തന്നെയാണ്. അതിനാൽ ഇപ്പോൾ അച്ഛൻ സമ്പാദിക്കുന്നത് ആവശ്യമാണ്. യഥാർത്ഥ ഭയം, ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ കുട്ടികൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ കുറച്ച് സമ്പാദിച്ചാൽ സമൂഹത്തിൽ എന്റെ പ്രശസ്തി നഷ്ടപ്പെടുമെന്നതാണ്. എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാൻ കളങ്കപ്പെടും. അവർ നിങ്ങളുടെ പണം കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ തൊഴിൽ രഹിതനാകുന്നു. നിങ്ങൾ ഒരു ലളിതമായ ജീവിതം നയിക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഓടിപ്പോകും. അതൊരു നല്ല കാര്യമാണ്, അവർ ഓടിപ്പോകുന്നത്. പിന്നെ അത്തരം മോശം സുഹൃത്തുക്കളെ നിലനിർത്തുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം നിങ്ങൾക്ക്? അടുത്തിടെ ഒരു ക്യാമ്പസിൽ നടന്നതാണ്. എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ ഈ അവിടെ അടുത്തിടെ കമ്പനി പ്ലേസ്മെന്റിനായി പ്രപ്പോസൽ അയച്ചു. അവർ CTC എഴുതിയതിൽ ഏകദേശം 12.5 ലക്ഷം. 12.5 ലക്ഷം പെർ MM. അതത്ര മികച്ച കോളേജ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കമ്പനി വരുന്നത് വളരെ കാര്യമായിരുന്നു. 12.5 ലക്ഷം രൂപയുടെ പെർ MM LPA പാക്കേജ് നൽകും. അതിനാൽ അതൊരു വലിയ കാര്യമായിരുന്നു. എന്തായാലും കമ്പനി പ്രസന്റേഷൻ നടത്തുവാൻ വന്നു. ഈ യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഇടയ്ക്കാണ് നടന്നത്. ഈ പ്ലേസ്മെന്റ് സീസണിൽ ഒരു കമ്പനി വന്നു. അവർ ഓഡിറ്റോറിയത്തിൽ ഒരു അവതരണം നടത്തുകയായിരുന്നു. അതിനാൽ അവരുടെ HR ആദ്യത്തെ സ്ലൈഡ് തുറന്നപ്പോൾ അതിൽ CTC എന്നെഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു. 12.5 LPA. There is some confusion എന്ന് അദ്ദേഹം പറയുന്നു. വിദ്യാർത്ഥികളെയും അത് ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം പുതുമുഖങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. IT വ്യവസായത്തിൽ പോലും പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും ശരാശരി വാർഷിക ശമ്പളം 3.5 ലക്ഷം രൂപ ലഭിക്കുന്നു. ഈ കോളേജ് ഒരു മികച്ച കോളേജ് പോലും ആയിരുന്നില്ല. വിദ്യാർത്ഥികളും ആകെ ഭ്രാന്തന്മാരായിരുന്നു.
ലക്ഷങ്ങൾ ശമ്പളം തരുന്ന ഒരു കമ്പനി വന്നു, ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു. പാസ്സായി മറ്റെവിടെയോ ജോലി ചെയ്യുന്നവരും മുന്നിലിരുന്നു. ഞങ്ങളും ഇവിടെയുണ്ടെന്ന് പറഞ്ഞു. HR ആദ്യത്തെ സ്ലൈഡ് നോക്കി കുറച്ച് ആശയക്കുഴപ്പമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അയാൾ ഒന്നിനെ നീക്കം ചെയ്യുന്നു. 2.5 LPA. 2.5 LPA എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയം മുഴുവൻ ശൂന്യമായി. എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റു HR ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലൂടെ പുറത്തേക്ക് പോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയും? ആരും എന്നോട് പോലും ചോദിക്കുന്നില്ല ജോബ് പ്രൊഫൈൽ എന്താണെന്ന്. ആർക്കും ഒന്നും അറിയണ്ട. എല്ലാവരും വന്നു, അവിടെ ഇരുന്നു, പണം കിട്ടുമെന്ന് കരുതി പണത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നയാൾ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ, ഒരു മണിക്കൂർ പോലും ജോലി ചെയ്യാതെ സൗജന്യമായി തരുമെന്ന്. നിങ്ങൾ റിസൾട്ടിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെ. പരീക്ഷ എഴുതാതെ തന്നെ 99 മാർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരസിക്കില്ല. ഇതാണ് ഞങ്ങളുടെ കുടുംബവും ലോകമതവും ലോകദർശനവും നമ്മളെ ശരിക്കും പഠിപ്പിച്ചത്. സ്നേഹത്തോടെയല്ല, ഫലത്തോടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. ഫലം ഏതു വിധേനയും വരണം. ഗീത പറയുന്നത് സ്നേഹമാണ് ഫലം. മാ കലേശു കഥന. ഫലവുമായി നമുക്ക് എന്ത് ബന്ധമുണ്ട്? സർ ഖലീൽ ജിബ്രാൻ എഴുതിയ കോട്ടാണിത്. വർക്ക് ഈസ് ലവ് മെയ്ഡ് വിസിബിൾ, ആൻഡ് ഇഫ് യു കനോട്ട് വർക്ക് വിത്ത് ലവ് ബട്ട് ഓൺലി വിത്ത് ഡിസ്റ്റേറ്റ്, it is better that you should leave your work and sit at the gate of the temple and take alms of those who work with joy. എനിക്കിതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി കോട്ട് മനസ്സിലാകുന്നില്ല. ആംസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സീക്ക്. ടെമ്പിളിനെ കുറിച്ചല്ല പറയുന്നത്, ഓഫീസിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെയാണ് ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നത്, ആ ഓഫീസും ടെമ്പിളായി മാറും. ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കേണ്ടതില്ല. ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിന് മുന്നിൽ പോയി ഇരിക്കുക. അതൊരു ഓഫീസല്ല, ടെമ്പിളായി മാറി. ജിബ്രാൻ പറയുന്നത്, ആ ക്ഷേത്രത്തിൽ പോയി ദക്ഷിണ, ദാനം എന്നിവ കൊടുക്കൂ. നിങ്ങൾ ഏത് തരം ദാനം സ്വീകരിക്കും? എന്ത് ദാനം സ്വീകരിക്കും? അവിടെ സ്നേഹം മാത്രം പഠിക്കുക. അവരിൽ നിന്ന് സ്നേഹദാനം സ്വീകരിക്കുക. സ്നേഹത്തിൽ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് പഠിക്കുക. കാര്യം, ജോലി സ്നേഹിക്കുക എന്നത് മാത്രമല്ല, സ്നേഹിക്കുക എന്നതാണ്. സ്നേഹിക്കുന്നയാൾ തൻ്റെ ജോലിയെയും സ്നേഹിക്കും. അവൻ ജീവിതത്തെയും സ്നേഹിക്കും, ബന്ധങ്ങളെയും സ്നേഹിക്കും. സ്നേഹിക്കുവാൻ അറിയാത്തവൻ അങ്ങനെയല്ല. അവൻ അവൻ്റെ കുട്ടികളെയോ കൂട്ടുകാരെയോ ഒന്നും സ്നേഹിക്കുവാൻ കഴിയില്ല. അവന് സ്വയം സ്നേഹിക്കാൻ പോലും കഴിയില്ല. കാരണം സ്നേഹം തിരഞ്ഞെടുക്കാവുന്ന കാര്യമല്ല. സ്നേഹം സെഗ്മെന്റഡ് വസ്തുവുമല്ല. അവരോട് ചെയ്യും, ഇവരോട് ചെയ്യില്ല, ഞാൻ ഇതോ അതോ ചെയ്യും. സ്നേഹം വെളിച്ചം പോലെയാണ്. അത് സൂര്യനെപ്പോലെ എല്ലാവരിലും പതിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തിക്ക് അവന്റെ പ്രവൃത്തിയിലും ഹൃദയമുണ്ടാകും. അവന്റെ ഓരോ ചുവടിലും ഹൃദയം ദൃശ്യമാകും. പിന്നെ പണത്തിനു വേണ്ടി ചെയ്യുന്നവൻ പറയും, എവിടെ സ്ത്രീധനം കൂടുതൽ കിട്ടുന്നുവോ ഞാൻ അവിടെ വിവാഹം കഴിക്കും. CTC കൂടുതൽ കിട്ടുന്നിടത്ത് എനിക്ക് ജോലി കിട്ടും. ആര് കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നുവോ അവന് ഞാൻ കരാർ നൽകും. സ്നേഹം ആരാണിത് പഠിപ്പിക്കുന്നത്? ഇതാണ് വിസ്ഡം, ഇതാണ് ആത്മജ്ഞാനം. ശ്ലോകങ്ങൾ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗീതാസത്രങ്ങൾ. നമ്മുടെ മുഴുവൻ ഗീതാ പരിപാടികളും നമ്മൾ സ്നേഹം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗീതയിൽ വന്നത് ശ്ലോകം പഠിക്കാനാണോ? ശരിക്കും നിങ്ങൾ വന്നത് സ്നേഹം പഠിക്കാൻ തന്നെയാണ്. അതോടൊപ്പം നിങ്ങൾ ഗീതാ പരിപാടിയിൽ നിന്ന് എത്ര പഠിച്ചോ, 6 മാസമോ 1 വർഷമോ 2 വർഷമോ ആകട്ടെ, ഒരു നല്ല മാർഗമാണ് പരിശോധിക്കുവാൻ ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്നേഹം വന്നിരിക്കുന്നുവെന്ന്. സ്നേഹമെന്നതിനർത്ഥം അനന്തത എന്നാണ്. അതിലെല്ലാം നൽകിയിട്ടും അനന്തത അവശേഷിക്കുന്നു. സ്നേഹത്തിന്റെ കുറവെന്നത് പറയുന്നത് എണ്ണുന്നത് പോലെയാണ്. എത്ര കിട്ടി.
സ്നേഹമെന്ന് പറയുന്നത് അനന്തമാണ്. എത്ര നൽകിയാലും വീണ്ടും വീണ്ടും ശേഷിക്കുന്നു. സ്നേഹമില്ലാത്ത ആ കാൽക്കുലേറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ.